വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇപ്പം നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉള്ളിലെ ശുദ്ധീകരണം എന്നുള്ളൊരു പ്രധാന വിഷയത്തിൽ നിന്ന് നമ്മൾ നിരവധി വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. അതോട് ബന്ധത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നൂറ്റാണ്ടുകൾക്കായിട്ടുള്ളൊരു ആരാധന എന്നുള്ളൊരു വിഷയം, വർഷിപ്പ്, അല്ലെങ്കിൽ എന്താണ് ആരാധന, ആരാധനയുടെ പ്രാധാന്യം എന്തായിരുന്നു. 3 കാലഘട്ടങ്ങളായി ദൈവം ബൈബിളിൽ തിരിച്ച് ആ ഒരു കാലത്തെ ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണ്, അവൻ പദ്ധതികൾ ഇതിനെ ഒരുക്കിയത് എങ്ങനെയാണ്, അവൻ്റെ സ്വന്തം ജനത്തെ അവൻ്റെ മുഖം നോക്കി ദൈവം ഒരു സ്വന്തം ജനത്തെ വാർത്തെടുത്തത് എപ്രകാരമാണ്, ആ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യത്തോടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആരാധനയുടെ പ്രാധാന്യം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ഈ ഒരു കാര്യത്തെ നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന് ദൈവത്തോടുള്ളൊരു പ്രതികരണം എന്ന നിലയിൽ തിരുവചനത്തെ ഊന്നൽ കൊടുത്തിട്ടുള്ളൊരു വിഷയമാണ് ആരാധന എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ആരാധന എന്നൊരു തലക്കെട്ടിന് താഴെ നമ്മൾ വെക്കുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ പൂർണ്ണമായിട്ട് ചിന്തിക്കേണ്ടത്. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അത് ഭൗതിക നിലത്തിലാണെങ്കിലും ആത്മീയ നിലത്തിലാണെങ്കിലും ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകാനാണ് ദൈവം ആഗ്രഹിച്ചത്. കാരണം നമ്മുടെ ദൈവം എന്ന് പറയുന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു ആരാധനയുള്ള വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു തലക്കെട്ടിന് താഴെ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ടത് അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവിനോടും അവനെ നമ്മൾ ആരാധിക്കണം അല്ലെങ്കിൽ സ്നേഹിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ഒരു സ്വന്തം ജനത്തെ അവനെ തിരിഞ്ഞ് അവനെ ആരാധിക്കുന്ന സ്വന്തം ജനത്തെ വാർത്തെടുക്കുക എന്നത് തന്നെയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ. ഇന്നും അവൻ അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവനായിരുന്നു. അവന് വിശ്രമമില്ല. അവൻ ഒരു വ്യക്തി, ഒരു മനുഷ്യൻ അവനിലേക്ക് തിരിഞ്ഞു വരുന്നതിലാണ് അവൻ ഏറ്റവും കൂടുതൽ അവൻ സന്തോഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ബൈബിളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കുന്ന നാഴിക വന്നിരിക്കുന്നു. ഇപ്പോൾ ഇതാ ആ നാഴിക വരുന്നു, ഇപ്പോൾ ഇതാ വന്നുമിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ 4:23 ഈ ഒരു വാക്യത്തിലൂടെ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമസ്കാരി ആകണമെങ്കിൽ ആദ്യം എന്താണ്, ദൈവവചന പ്രകാരം, അല്ലെങ്കിൽ ഒരു പാപിക്ക് അത് സാധ്യമല്ല, അവൻ സത്യനമസ്കാരിയല്ല. അപ്പോൾ ദൈവത്തിന്റെ ആ ഒരു നിർവചന പ്രകാരം തന്നെ സത്യനമസ്കാരം അത് എന്തെന്നാദ്യം അറിഞ്ഞിരിക്കണം, അതിന് യോഗ്യത നേടിയിരിക്കണം. ആ വ്യക്തി ആ യോഗ്യത നേടിക്കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ അവന്റെ മരണം വരെ, അത് പുതിയ നിയമ കാലഘട്ടത്തിലാണ്, അതായത് ഇന്നാണ് ആ ഒരു കാര്യത്തെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് ആത്മീകമാണ്, അത് എന്നേക്കുമുള്ളതാണ്. പക്ഷെ നമ്മൾ പഴയ എങ്ങനെയായിരുന്നു അതിൻ്റെ ആരംഭം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ അത് ആദ്യം എന്ന് പറയുമ്പോൾ അതൊരു ഭൗതിക തലത്തിലായിരുന്നു. അപ്പോൾ ഭൗതിക തലത്തിൽ എങ്ങനെയായിരുന്നു, യുഗങ്ങളായി ഓരോ കാലഘട്ടത്തിൽ അതിനെങ്ങനെയാണ് ഉയർത്തിയത്, ആ ഭൗതിക തലത്തിൽ നിന്ന് ആരാധന എന്നുള്ളൊരു വിഷയത്തെ ദൈവം എങ്ങനെയാണ് ആത്മീയതയിലേക്ക് കൊണ്ടുവന്നത്, അവൻ്റെ ആ മനസ്സിലെ യഥാർത്ഥ ആ ഒരു കാര്യം, അവൻ ആത്മീകനാണ്, അവൻ ആത്മാവാണ്. അപ്പോൾ അവൻ ആത്മീയ തലത്തിലുള്ള അവൻ്റെ ചിന്തയിലേക്ക് നമ്മളെയും കൂടി എങ്ങനെയാണ് അവൻ ഉയർത്തിയത് എന്നുള്ള വിഷയത്തെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പം നമ്മളൊരു കാലഘട്ടം നോക്കുമ്പോൾ അബ്രഹാമിൻ്റെ സമയത്ത്, അതായത് പിതാക്കന്മാരുടെ സമയത്ത് എങ്ങനെയായിരുന്നു ആരാധന, മോശയുടെ ന്യായപ്രമാണത്തിൽ കീഴിൽ എങ്ങനെയായിരുന്നു ആരാധനയുടെ പ്രാധാന്യം. അപ്പോൾ ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആ വിഷയത്തെ ഉയർന്നാണ് അത് കാണിക്കുന്നത്. അതിനുശേഷം പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ആരാധന എപ്രകാരമാണ്, അതിൻ്റെ പ്രാധാന്യത്തെ അല്ലെങ്കിൽ ആരാധന എന്താണെന്ന് ദൈവം വചനത്തിലൂടെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പം നമ്മളിത് നോക്കുമ്പോൾ അബ്രഹാമിന്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗ്രീക്ക് പദമായ പ്രോസ്കിന്യോ എന്നുള്ള ഒരു പദത്തിൽ നിന്നാണ് ഈ ആരാധന അല്ലെങ്കിൽ ആ ഒരു വർഷിപ്പ് എന്നുള്ളൊരു ഇംഗ്ലീഷ് പദം തർജ്ജമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഭൗതികമായിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അന്നെന്ന് പറയുന്നത് പിതാക്കന്മാരുടെ ആരാധന എന്ന് പറയുമ്പോൾ ഒരു അടിസ്ഥാനപരമായിട്ടൊരു പ്രോസ്കിനോ എന്നതുകൊണ്ട് ഒരിക്കലും അർത്ഥമായിരുന്നു, പക്ഷെ എങ്കിൽ പോലും അതൊരു ദൈവം ആഗ്രഹിക്കുന്ന ആത്മതലത്തിലല്ലായിരുന്നു. പക്ഷെ ഭൗതികമായി അവന്റെ മുൻപിൽ വീണ് നമസ്കരിക്കുക എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അബ്രഹാം ആയിക്കോളട്ടെ, അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതെല്ലാം എന്താണ്, നിലം വരെ കുമ്പിട്ട് അവനെ ആരാധിച്ചിരുന്നു.
അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ യാക്കോബ് ആണെങ്കിൽ ഇപ്പോൾ മരണകാലത്തെങ്കിലാവട്ടെ അവൻ ആ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട്, കാരണം വൃദ്ധനായി ചാരിക്കൊണ്ടാണോ നമസ്കാരം, ദൈവം പറഞ്ഞൊരു കൽപ്പനയാണത്. അപ്പോൾ അന്ന് ഹെബ്രായർ 11:21 നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, യാക്കോബ് വൃദ്ധനായപ്പോൾ എങ്ങനെയാണ് അവൻ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ടാണ് ഭൗതികമായി ദൈവത്തെ നമസ്കരിച്ചത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഒരു ഭൗതികമാണ്, പക്ഷെ എന്നാൽ ആ വാക്ക് അവിടെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പ്രോസ്കിന്യോ എന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു അബ്രഹാമിന്റെ കാലത്ത് നിന്ന് മോശയുടെ ന്യായപ്രമാണത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ്, സീനായ് പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം നൽകിക്കൊണ്ട് അതായത് ആ നമസ്കാരത്തിന്റെ അർത്ഥത്തെ, പിതാക്കന്മാരെ കാലഘട്ടത്തിൽ നിന്ന് ആ നമസ്കാരത്തെ ദൈവം എന്താണ് ഒരു ഉയർന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഉയർത്തുകയാണ്, അതിന്റെ നിലവാരത്തെ ഉയർത്തുകയാണ്, അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥത്തെ പടിപടിയായി അവനത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു പ്രാധാന്യത്തെയാണ് ദൈവം അത് ആ നൂറ്റാണ്ടുകളിലൂടെ പ്രവർത്തിച്ച് നമുക്ക് കാണിച്ചു തരുന്നത്. അതാണ് നമ്മൾ എന്നും മനസ്സിലാക്കേണ്ടത്. ഒരു ഭൗതിക ബന്ധത്തിലുള്ള ഒരു രക്ഷ അല്ലെങ്കിൽ ആ ഒരു ആശയത്തിൽ നിന്നാണ് ദൈവം അവിടെ നിന്ന് ഭൗതികത്തിലൂടെയാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശത്രുവിന്മേലുള്ള ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിജയം എന്ന രീതിയിൽ, അല്ലെങ്കിൽ രക്ഷ, വീണ്ടെടുപ്പ്, ഇപ്പോൾ അല്ലെങ്കിൽ വിടുതൽ, ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും നമുക്കറിയാം, അവരെ ആ ചെങ്കടൽ പാത ഒരുക്കി, ഇസ്രായേൽ എന്താണ് ഒരു പാത ഒരുക്കിയാണ് അവരെ എന്താണ് അടുത്ത ദേശത്തേക്ക് അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ഉറച്ചു നിൽക്കുന്നതാണ് ദൈവം പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദൈവം ആ ഒരു രക്ഷ കൊണ്ടുവരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ഭൗതിക ശത്രുവിൽ നിന്നുള്ളൊരു വിടുതൽ അല്ലെങ്കിൽ ആ ഒരു കാര്യമല്ല അത്. ശരിക്കും പറഞ്ഞാൽ ഒരു ശ്രേഷ്ഠമായ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠമായ രക്ഷ. അപ്പോൾ ആ ഒരു കാര്യം നോക്കുമ്പോൾ അതെന്താണ്, ക്രിസ്ത്യാനികളുടെ വീണ്ടെടുപ്പ് തന്നെയാണ്. ഒരു മരണത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാപിയായ ഒരു മനുഷ്യനെ, അവൻ ഭൗതികമായിട്ടാണ് മരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അവന്റെ അകത്തെ മനുഷ്യന് അല്ലെങ്കിൽ അവന്റെ ആത്മാവിന് ജീവൻ കൊടുക്കുവാൻ വേണ്ടി ആണ് ദൈവം എന്താണ് ആ ഒരു പിശാചിന്റെ അല്ലെങ്കിൽ അവനൊരു പിശാചിന്റെ വലയിൽ നിന്ന് അവനെ രക്ഷിച്ച് ദൈവത്തിന്റെ സ്വന്തം ജനമാക്കിയെടുക്കാൻ, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കിയെടുക്കാൻ. അപ്പോൾ ദൈവം ആ ഒരു കാര്യത്തെയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മീകമായ അർത്ഥം അവിടെയാണ് കിടക്കുന്നത്. ഒരു രക്ഷ, വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ പാപിക്ക് വീണ്ടും ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവന്റെ അകക്കണ്ണുകൾ തുറക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ഭൗതികത്തില് അവർ നിലം വരെ വീണു നമസ്കരിച്ചിരുന്നു. പിന്നീട് എന്താണ്, അതൊരു ദേവാലയത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ എന്താണ് അത് സംവത്സരത്തിൽ, അതായത് ഒരു വർഷത്തിൽ ഒരു 3 പ്രാവശ്യം അവരെന്താണ് ദേവാലയത്തിൽ അവർ നമസ്കരിക്കാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഉത്സവം ആചരിക്കണം. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവം. അപ്പോൾ പുളിപ്പെന്ന് പറയുന്നത് ഒരു പാപമാണ്, ദൈവം പാപത്തിൽ വസിക്കുന്നവനല്ല. പുളിപ്പില്ലാത്ത അപ്പത്തിൽ ഉത്സവം ആചരിക്കണം. അപ്പോൾ ദൈവം യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ എന്താണ് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. അതിനുശേഷം എന്താണ് അവരത് ആദ്യഫലങ്ങൾ അവരെന്താണോ അവർ ചെയ്യുന്ന ജോലി അതിന്റെ ആദ്യഫലത്തെ അവർ കൊണ്ടുവരണം. അതിനുശേഷം എന്താണ് അത് ആ സംഭവത്തിൽ 3 പ്രാവശ്യം അവരുടെ ആണുങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം ഉണ്ടായിരുന്നത്. അപ്പോൾ ആണുങ്ങളെല്ലാം എന്താണ് കർത്താവായ യഹോവയുടെ മുമ്പാകെ അവർ കൂടി വരണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മൾ അത് വായിക്കണമെങ്കിൽ പുറപ്പാട് 23-ാമത്തെ അധ്യായം വായിക്കുക. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കർത്താവിന്റെ മുമ്പിലുള്ള ജനത്തിന്റെ വരവ് ക്രമേണ എന്താണ് ദൈവം ഉയർത്തുകയാണ്. അപ്പൊ ആദ്യം എന്താണ് ദൈവത്തോട് നേരിട്ട് ഒരു വീണ് നമസ്കരിക്കുകയാണ്. ഒരു ദേവാലയം ഉണ്ടായിരുന്നില്ല, ആ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് അതൊരു ദേവാലയത്തിലേക്ക്, അതായത് ഒരു മാസം, ഒരു ആബീബ് മാസം എന്ന് പറഞ്ഞ ഒരു മാസത്തെ ഒരു ദിവസത്തെ അവൻ ക്രമീകരിച്ചു. അതിനുശേഷം ഒരു 3 പ്രാവശ്യം സംവത്സരം 3 പ്രാവശ്യം വരണമെന്ന് അവൻ കൽപ്പന കൊടുത്തു. എന്തെല്ലാം അവിടെ ഒരു അടുക്കം ചിട്ടിയോടെ അതിനെ ക്രമീകരിക്കുകയാണ്. അപ്പൊ ഇതല്ല ഈ ഒരു ഭൗതിക കാര്യങ്ങൾ,
ഈ ഒരു നിഴലെന്ന് പറയുന്നത് ഈ ന്യായപ്രമാണത്തിൽ കീഴിൽ ആചരിച്ച അല്ലെങ്കിൽ ആ ഒരു കാര്യം ദൈവം കൊടുത്ത കൽപ്പന എന്ന് പറയുന്നതാണ് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതിനെ ആ ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക്. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കർത്താവ്, അത് കർത്താവിൻ്റെ രാജാവായ കർത്താവിൻ്റെ മുൻപിലേക്കാണ്. അപ്പം അതെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു നിഴലായിരുന്നു അന്ന് ദേവാലയത്തിൽ ദൈവം കൊടുത്ത ആ ക്രമീകരണങ്ങൾ. ഈ നിയമത്തിൽ വിവരിക്കുന്നത് പോലെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ യഹൂദന്മാരുടെ ഇടയിൽ എന്തായിരുന്നു, അവർ ആ ഒരു പഴയ നിയമത്തിലെ നമസ്കാരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അവർക്കുണ്ടായിരുന്നു. അവരും യെരുശലേമിലാണ് അതിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ യേശു ഭൂമിയിലായിരുന്നപ്പോഴും എന്തായിരുന്നു, അവൻ്റെ അവസാന പെസഹ ദിനത്തിൽ എന്താണ് അവിടെ പോയപ്പോൾ ചില യവനന്മാരും അതിലുണ്ടായിരുന്നു. അത് യോഹന്നാൻ വിവരിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ 12:20 പെരുന്നാൾ നമസ്കരിക്കാൻ വന്നവരിൽ ചിലർ എന്താണ് യവനന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഷണ്ടൻ എന്താണ് യെരുശലേമിൽ നമസ്കരിക്കാൻ വേണ്ടി ചെന്നിട്ട് മടങ്ങി പോരുകയായിരുന്നു. ഷണ്ടൻ മടങ്ങി പോരുകയായിരുന്നു. അത് അപ്പോസ്തല പ്രവൃത്തി 8:27 നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യഹൂദ കാഴ്ചപ്പാടിൽ പൗലോസ് തന്നെക്കുറിച്ച് തന്നെ വിവരിക്കുന്നുണ്ട്. ഞാൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് 12 നാളിൽ അധികമായില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് തിരുവെഴുത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 24:11. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ യേശു ശമരിക്കാരിയായ സ്ത്രീയോട് ആ ഒരു നമസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്താണ്, സ്ത്രീ എൻ്റെ വാക്ക് വിശ്വസിക്കാൻ പറഞ്ഞുകൊണ്ടാണ് യേശു അവിടെ വിവരിക്കുന്നത് ശമരിക്കായ സ്ത്രീയോട്. അപ്പോൾ പറഞ്ഞത്, നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല, ആ നാഴിക വരുന്നു, ഇപ്പോൾ ഇതാ വന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യക്തമായി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങൾ എന്താണ് അറിയുന്നതിനെ നമസ്കരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. ആ ഒരു കാര്യം ഇപ്പോൾ യോഹന്നാൻ 4:21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമസ്കരിക്കേണ്ട സ്ഥലം യെരുശലേമാണ്. ഒരു സമയം വരെ ദൈവം അതിന് ആ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നു. അവിടെ തന്നെ പോകണം, അത് ദൈവത്തിൻ്റെ കൽപ്പനയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ്, പിന്നീട് അത് മാറ്റപ്പെടുകയാണ് ഉയർന്ന നിലവാരത്തിലേക്ക്. അതൊരു ഭൗതികമായിരുന്നു. ആ ഭൗതികത്തിൽ നിന്ന് എന്താണ് ആത്മീയ നിലവാരത്തിലേക്ക് ഉയരും. അതാണ് യേശു പറഞ്ഞ ആ വാക്ക്. അപ്പം അവിടെ എന്ന് പറയുന്നത് ആ നിലവാരത്തിൽ ഉയർത്തുമ്പോൾ ഒരു കാര്യമുണ്ട്. അവിടെ യഹൂദന്മാർ പിന്നെ യൗവനനെന്നില്ല, ബർബരനെന്നില്ല, ശരനെന്നില്ല, ദാസനെന്നില്ല, എല്ലാവരും എന്താണ് ഇപ്പോൾ ക്രിസ്തുവിലാകാൻ തക്കവണ്ണം എന്താണ് എല്ലാവർക്കും ദൈവം ആ ഒരു രക്ഷ ഒരുക്കണയാണ്. ആ ഒരു കാര്യത്തെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റൊരു വിഷയം കൂടി, ഒരു പ്രധാനം അറിയിക്കുന്ന ഒരു വിഷയമുണ്ട്. ബാബൽ പ്രവാസത്തിന് ശേഷം ശബത്ത് നാളുകളിൽ അവർ കൂടി വന്നിരിക്കുന്നത് ഒരിക്കലും നമസ്കാരത്തിനായിരുന്നില്ല, ദേവാലയത്തിൽ കൂടി വരുന്നത്. അവിടെ അതുകൊണ്ട് തന്നെയാണ് പിന്നീടുള്ള കാര്യങ്ങളിൽ അവരൊരു ദേവാലയത്തിൽ പെരുന്നാളുകളുടെ ബന്ധത്തിലായിരുന്നു കൂടി വരുന്നത്. അതാണ് പിന്നെ നമസ്കാരം എന്നൊരു പ്രയോഗം പിന്നെ അവിടെ കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ അവർ കൂടി വന്നത് തന്നെ എന്തിനായിരുന്നു, ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചക പുസ്തകങ്ങളും വായിക്കാനായിരുന്നു. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 13:15 വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ആ ആത്മീയ നിലവാരത്തിലേക്ക് എങ്ങനെയാണ് ദൈവം കൊണ്ടുവന്നത് എന്നുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോസ്തല പ്രവൃത്തികളും അതുപോലെ സുവിശേഷ ഭാഗങ്ങളും നമ്മൾ വ്യക്തമായി വായിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കി പഴയ നിയമ ആരാധന എങ്ങനെയായിരുന്നു, പിതാക്കന്മാരുടെ സമയത്ത് എങ്ങനെയായിരുന്നു എന്നെല്ലാം നമ്മൾ കാലഘട്ടം മനസ്സിലാക്കി തിരിച്ചു പഠിക്കുകയാണെങ്കിൽ ദൈവം എങ്ങനെയാണത് ആ നിലവാരത്തെ ഭൗതികത്തിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയർത്തി എന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതോട് ബന്ധത്തിൽ ഇനി പുതിയ നിയമ ഉടമ്പടിയിൽ ആരാധനയുടെ പ്രാധാന്യം എങ്ങനെയാണ്, എപ്രകാരമാണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ അടുത്ത വിഷയത്തിൽ ചിന്തിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരു ഭൗതികമായ പ്രോസ്കിന്യൂ, അതായത് നിലം വരെ നമസ്കരിച്ച പിതാക്കന്മാരെ പിന്നീട് അത് ദേവാലയത്തിലേക്ക് ഉയർത്തി ശുശ്രൂഷകൾ ഒരുക്കി, അതൊരു ഭൗതികവുമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ദൈവം ആത്മീയതയിലേക്ക് എങ്ങനെയാണ് ആ നിലവാരത്തിൽ ഉയർത്തിയത്, അവിടുത്തെ ശുശ്രൂഷകൾ എപ്രകാരമാണ്, എന്താണ് ആരാധനയുടെ പ്രാധാന്യം പുതിയ നിയമ ഉടമ്പടിയിൽ എന്നുള്ളതാണ് ഇനി നമ്മൾക്ക് ചിന്തിക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. താങ്ക്